ഒരു മോട്ടിവേഷൻ കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷണൽ പുസ്തകം വായിച്ചുകൊണ്ടോ ഒരു വ്യക്തി മാറണമെന്നില്ല. അതിന് കൃത്യമായ കാരണമുണ്ട്. കാരണം മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഡേറ്റയാണ്. ഒരു ഡേറ്റ ഒരു വ്യക്തിക്ക് കിട്ടിയാൽ ആ ഡേറ്റ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താം, ഉപയോഗപ്പെടുത്താതിരിക്കാം. അപ്പോൾ ഡേറ്റ കിട്ടുമ്പോഴുണ്ടാകുന്ന ചെറിയൊരു സന്തോഷമുണ്ട്. അതെന്താണെങ്കിലും താങ്കൾക്കാണെങ്കിലും ഒരു മോട്ടിവേഷൻ വീഡിയോ കാണുമ്പോൾ ഒരു ആവേശം തോന്നാറുണ്ടല്ലേ? നമ്മളൊരു സിനിമയിൽ ജഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം എല്ലാം ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ചാടിയ ജഗതിയാണോ സുരാജ് വെഞ്ഞാറമൂടാണോ ഏതൊരു സിനിമയിൽ കണ്ടിരിക്കുന്ന ഒരു സീനുണ്ട്. അത് ട്രോളുകൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിൽ ആ സിനിമ നടൻ മോട്ടിവേറ്റഡ് ആയി മാറുന്നു. വേണ്ട, ഇന്ന് ചെയ്യണ്ട, നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് കട്ടിൽ കിടക്കണതാണ് ആ സീൻ. അപ്പോൾ അവിടെ ആ വ്യക്തിക്ക് കിട്ടുന്ന ഡേറ്റയാണ് ഇത്. പലപ്പോഴും മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇത് കിട്ടുന്നത് വെറും ഡേറ്റയാണ്. ഡേറ്റ ഒരിക്കലും മനുഷ്യൻ്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റില്ല. ആ ഡേറ്റ എന്ത് ചെയ്യണം? ആ കിട്ടിയ ഡേറ്റയെ അവൻ എഴുതി വെച്ചാൽ, അതല്ലെങ്കിൽ അവൻ എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റി വെച്ചാൽ അതിനെ നമുക്ക് ഇൻഫർമേഷൻ എന്ന് വിളിക്കാം. അതായത് ഇപ്പോൾ നമ്മളെന്നും രാവിലെ എണീക്കണം, ഇതാണ് നമുക്ക് കിട്ടിയ മോട്ടിവേഷൻ. ഈ കാര്യം നമ്മളൊരു പേപ്പറിലേക്ക് എഴുതി വെക്കുമ്പോൾ ആ ഡേറ്റ ഇൻഫർമേഷനായി. അല്ലെങ്കിൽ വേറെ 100 കൂട്ടം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഈ 100 കൂട്ടം കാര്യങ്ങൾ ചിന്തിക്കുന്ന കൂട്ടത്തിൽ ഇതങ്ങ് മറന്നു പോകും. ശരിയല്ലേ? അതെ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയാൽ പിന്നീട് ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവും. നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് നമ്മളെ കൊണ്ടത് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ലയോ എന്ന്. അതല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച് പൂർണ്ണമായും നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല, കുറച്ചൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും കിട്ടിയ ഇൻഫർമേഷനിലേക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തതെന്നുള്ള ഉത്തരവും ആ ഇൻഫർമേഷനിൽ കാണും. ആ ഉത്തരം എടുത്തുകൊണ്ട് ഇത് വീണ്ടും ശ്രമിക്കണം. അങ്ങനെ പലതവണ ഇൻഫർമേഷനിലേക്ക് പോവുകയും ആക്ഷൻ എടുക്കുകയും ഇൻഫർമേഷനിലേക്ക് പോവുകയും ആക്ഷൻ എടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ കറക്ഷൻ ഉണ്ടാക്കാൻ കഴിയും. ഈ കറക്ഷനായിരിക്കും നമുക്ക് അടുത്ത തലത്തിലേക്ക് മുൻപോട്ട് യാത്ര ചെയ്യാൻ സഹായിക്കുന്നത്. ആ തലമാണ് തിരിച്ചറിവ് അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്നത്. അതായത് ഒരു ഡേറ്റ കിട്ടി, ആ ഡേറ്റയെ നമ്മൾ ഇൻഫർമേഷനാക്കി മാറ്റി, ഇൻഫർമേഷനെ വെച്ചുകൊണ്ട് നമ്മൾ ആക്ഷൻ എടുത്തപ്പോൾ തോറ്റുപോയി. അപ്പോൾ വീണ്ടും ഇൻഫർമേഷനിൽ പോയി അവിടെ നിന്ന് കൂടുതൽ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വീണ്ടും ആക്ഷൻ എടുത്തു. അങ്ങനെ പലതവണ ചെയ്തപ്പോൾ നമ്മളതിൽ വിജയിക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ വിസ്ഡം അല്ലെങ്കിൽ തിരിച്ചറിവ്. ഈ തിരിച്ചറിവ് കിട്ടുന്ന ആളുകളെ സംബന്ധിച്ച് ആ മോട്ടിവേഷൻ അവരുടെ ജീവിതത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ പരിവർത്തനം ഉണ്ടാക്കാനും അവരാഗ്രഹിക്കുന്ന വിജയം കണ്ടെത്താനും സഹായിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്ഥിരമായി ഈ ഡേറ്റ കിട്ടിക്കൊണ്ടേ ഒരാൾക്ക് ഇരിക്കുകയാണ്. അയാൾ ആ ഡേറ്റയിൽ നിന്നും അടുത്തൊരു ചൂടെടുക്കുന്നില്ല. ചൂടെടുക്കാത്ത പക്ഷം തുടരെ ഇത് കണ്ടു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ മാറ്റം ഉണ്ടാവാത്ത സമയത്ത് അദ്ദേഹം ഒബ്വിയസ്ലി പുറകോട്ട് പോകാനല്ലേ സാധ്യത. അപ്പോൾ അതായിരിക്കാം ഒരു പക്ഷേ മോട്ടിവേഷനും ഇൻസ്പിറേഷനും ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ഒരു ആക്ഷൻ എടുക്കാത്ത വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും ഒരു കൃത്യമായിട്ടുള്ളൊരു ഉൾക്കാഴ്ചയോടുകൂടി ശക്തമായി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സുഖമായി തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ ആ മോട്ടിവേഷൻ സഹായകരമാവും. രസകരമായൊരു കോട്ടുമുണ്ട്: 99% ഹാർഡ് വർക്കും 1% മോട്ടിവേഷനുമാണ് ഒരു വ്യക്തിക്ക് വേണ്ടതെന്ന്. ആ 99% ഹാർഡ് വർക്ക് എടുക്കാൻ ഈ 1% സഹായിക്കും. പക്ഷേ ഈ 1% കിട്ടി 1% പോലും ഹാർഡ് വർക്ക് എടുത്തില്ലെങ്കിൽ ആ വ്യക്തിക്ക് വിജയിക്കാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടേണ്ട മോട്ടിവേഷൻ എടുത്തുകൊണ്ട് നമ്മുടെ മേഖലയിൽ ശക്തമായി പ്രവർത്തിക്കാൻ തയ്യാറാവുക. അവിടെ ക്ഷീണിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കാൻ സഹായിക്കുന്നൊരു ഘടകമായിരിക്കും അവിടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഞാൻ കൂടുതലും മോട്ടിവേഷനപ്പുറം ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനിങ്ങുകളാണ് കണ്ടക്ട് ചെയ്യാറ്. താങ്കൾക്ക് അറിയാമെന്ന്. ഓക്കെ.